എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ചിന്താശകലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരാൾ വളരെ ഏറെക്കാലം ദൈവത്തെ പ്രാർത്ഥിച്ചു, തപസ് ചെയ്തു. അങ്ങനെ ദൈവത്തെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തി എന്തെങ്കിലും ഒരു വരം നേടണം, തൻ്റെ ജീവിതം സുഖകരമാക്കണം, അതിനാവശ്യമായ വരം നേടണം എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ കുറേയേറെ കാലം വിജനമായ സ്ഥലത്തിരുന്ന് ദൈവത്തെ പ്രാർത്ഥിക്കുകയും വളരെ താണുകേണ് വിളിക്കുകയും തപസ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഫലമായി ദൈവം അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അയാൾ ദൈവത്തിൻ്റെ അടുത്ത് തൻ്റെ വിനയഭാവവും ഭക്തിയും ഒക്കെ പ്രകടമാക്കി. ദൈവം അയാളോട് ചോദിച്ചു, ശരി, നീ പറയൂ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നിനക്ക് വേണ്ട വരം ചോദിച്ചോളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയണം, സുഖമായി ജീവിക്കാനുള്ള ജീവിത വിഭവങ്ങൾ എനിക്ക് ലഭിക്കണം, എനിക്ക് എപ്പോഴും എന്തും നേടാൻ കഴിയണം, എനിക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ലഭ്യമാകണം. ഈ വരമെല്ലാം ചോദിച്ചപ്പോൾ ദൈവം അയാൾക്ക് ഈ വരങ്ങളെല്ലാം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിനക്ക് വേണ്ടത് നീ നോക്കി എടുത്തുകൊള്ളുക. നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിനക്ക് ലഭിക്കാനുള്ള എല്ലാ ക്രമീകരണവും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ചൂടുകാലത്ത് ചൂട് വളരെയേറെ കൂടിക്കഴിയുമ്പോൾ അതിനെ കുറയ്ക്കാനായിട്ട് മഴ പെയ്യാനും, അതുപോലെ മഴയുടെ തീവ്രത കൂടിക്കഴിയുമ്പോൾ അതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് വേനലും അല്ലെങ്കിൽ മഞ്ഞും എല്ലാം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടുവോളം ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി ചെടികളും തരുക്കളും വൃക്ഷലതാദികളും എല്ലാമുണ്ട്. നിനക്ക് വേണ്ടത് എല്ലാം ഇവിടെ തന്നെ ലഭ്യമാണ്. മറ്റെന്തെങ്കിലും വരം വേണമെങ്കിൽ അത് ചോദിച്ചോളൂ. അങ്ങനെ പിന്നെയും അയാൾ ഇങ്ങനെ ആലോചിച്ചു, എന്താ ചോദിക്കേണ്ടത്? പിന്നീട് അയാൾ ചോദിച്ചു, എങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷം തരണം. എൻ്റെ മനസ്സിൽ യാതൊരു ദുഃഖവും ഉണ്ടാവരുത്, ഒരു കാലവും ഒരു നേരവും. എപ്പോഴും എനിക്ക് മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നതായിരിക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് സന്തോഷത്തിനുള്ള ഉപാധികളെല്ലാം ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ നിനക്ക് സന്തോഷം തരിക, നിന്റെ മനസ്സിന് ആനന്ദം തരിക എന്നിവ എനിക്ക് കഴിയുന്ന കാര്യമല്ല. അത് നിന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ്. സന്തോഷിക്കാൻ പറ്റുന്ന തരത്തിൽ നിന്റെ മനസ്സിനെ രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. സന്തോഷം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്നതല്ല. ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന സന്തോഷം താൽക്കാലികമാണ്. അത് ആ വസ്തു കയ്യിൽ കിട്ടി കുറച്ചു കഴിയുമ്പോൾ ഇല്ലാതെയാവും. ഒരു കളിപ്പാട്ടത്തിനായി ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ആ കളിപ്പാട്ടം കിട്ടി കുറച്ചു നേരം കഴിയുമ്പോൾ അത് ആ കുട്ടിയെ സംബന്ധിച്ച് അപ്രസക്തമാകുന്നു. പിന്നീട് അടുത്തതിനായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ സന്തോഷം എന്ന് പറയുന്നത് നിന്റെ സമാധാനവും അല്ലെങ്കിൽ നിന്റെ ആനന്ദവും അത് എനിക്ക് തരാൻ കഴിയുന്നതല്ല, നീ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷവും ആനന്ദവും. സന്തോഷിക്കാനും ആനന്ദിക്കാനും ഉള്ള വിഭവങ്ങളും ഉപാധികളും എല്ലാം ഇവിടെ തന്നെ ലഭ്യമായിട്ടുണ്ട്. അവ കണ്ടെത്തി നമ്മെ കൂടുതൽ സന്തോഷവാന്മാരാക്കുകയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഒന്ന് പരിമിതപ്പെടുത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ രൂപപ്പെടുത്തിക്കൊണ്ട് നാം സ്വയം സന്തോഷം കണ്ടെത്തുകയാണ് വേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമോ സമാധാനമോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയ ഒരു മോതിരം പോലെയാണ്. നമ്മുടെ സ്വന്തം മോതിരം നഷ്ടപ്പെട്ടു പോയിട്ട് അത് കണ്ടെത്തുന്നതിന് വേറെ ആരോട് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നാം തന്നെ തിരയുന്നതല്ലേ. ആ മോതിരം എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് നമുക്കല്ലേ ഓർത്തെടുക്കാൻ കഴിയൂ. അതുപോലെയാണ് നമ്മുടെ നഷ്ടപ്പെട്ട സന്തോഷമോ സമാധാനമോ അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്, അത് ആരാണ് അപഹരിച്ചത് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതിന് ഒരു മാനസിക വിദഗ്ധന്റെയും ഉപദേശം തേടിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ സന്തുഷ്ടമാക്കാൻ നമുക്ക് കഴിയില്ല. ഒരു മരുന്നോ ഒരു ലഹരി വസ്തുവോ കൊണ്ട് നമ്മുടെ മനസ്സിനെ സന്തുഷ്ടമാക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും ആനന്ദ അനുഭൂതിയുമൊക്കെ നാം തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമ്മുടെ വിലപിടിപ്പുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ അത് നാം കണ്ടെത്താൻ തിരയുന്നത് പോലെ നമ്മുടെ നഷ്ടപ്പെട്ട മനസ്സമാധാനവും സന്തുഷ്ടിയും നാം തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക.
അപ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. ഈ ഒരു വിഷയം ഏവരുടെയും അറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.